ജാംനഗർ ഗ്രാമത്തിൽ സുധ ഭർത്താവിനും അദ്ദേഹത്തിന്റെ അമ്മയോടുമൊപ്പം ജീവിച്ചു പോന്നു. സുധ വിവാഹം കഴിഞ്ഞ് ഈ വീട്ടിലെത്തിയ അന്നു മുതൽ അവൾക്ക് അമ്മായി അമ്മയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ എന്നും അവൾ അമ്മായി അമ്മയോട് വഴക്കിട്ടിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്താ നിങ്ങളെ അമ്മയോട് പറയാത്തത്? അധികം ഒച്ചയിടണ്ടെന്ന്. നീ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ സമ്മതിക്കുവോ? നിന്നോട് ആർക്കെങ്കിലും സംസാരിച്ച് ജയിക്കാൻ പറ്റുമോ? പറ. എന്താ നിങ്ങൾ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. സുധയ്ക്ക് 2 പെൺമക്കളായിരുന്നു, രേവതിയും സരസ്വതിയും. പക്ഷെ അവർ സുധയെപ്പോലല്ലായിരുന്നു. അവർക്ക് മുത്തശ്ശിയോട് വളരെ സ്നേഹമായിരുന്നു. അതേപോലെ തന്നെ മുത്തശ്ശിക്കും പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതങ്ങനെയല്ലേ വരൂ. മുത്തശ്ശനും മുത്തശ്ശിക്കും പേരക്കുട്ടികളോടല്ലേ ഏറ്റവും സ്നേഹം ഉണ്ടാവുക. രേവതിയും സരസ്വതിയും തുള്ളിച്ചാടി വരും. അല്ല, എന്റെ പൊന്നു കുട്ടികൾ വന്നു. അങ്ങനെ സന്തോഷകരമായി ദിവസങ്ങൾ നീങ്ങി. ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചു? ഒരുപാട് കാര്യം പഠിപ്പിച്ചു മുത്തശ്ശി. നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചെന്ന കവിത ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. എനിക്ക് സ്റ്റാറും കിട്ടി. ദേ കണ്ടില്ലേ? അതെ മുത്തശ്ശി, നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചു തന്ന മീനിന്റെ ചിത്രം ഞാൻ വരച്ചു കാണിച്ചു. എനിക്ക് അതില് ഫസ്റ്റ് പ്രൈസ് കിട്ടി. എന്റെ 2 കുട്ടികൾക്കും എന്തുമാത്രം കഴിവാണുള്ളത്. ആരും കണ്ണുവെക്കാൻ പാടില്ല. സുധ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്റെ മക്കളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. അവർക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ ഞാനുണ്ടല്ലോ. അമ്മ എന്തിനാ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുന്നേ? ശരി അമ്മേ, മുത്തശ്ശി എത്ര പാവമാ. ഞങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. കണ്ടില്ലേ, അവര് കാരണമല്ലേ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നിർത്ത് രണ്ടുപേരും. ഏതു നേരവും മുത്തശ്ശി മുത്തശ്ശി. കയറിപ്പോയ അകത്ത്. സുധയും അമ്മായിയമ്മയും തമ്മിൽ ഒരിക്കലും ചേരില്ലായിരുന്നു. എന്നാലും അമ്മായിയമ്മ സുധയെ ഒന്നും പറയില്ലായിരുന്നു. അവർ പേരക്കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചു. രേവതിയും സരസ്വതിയും എപ്പോഴും മുത്തശ്ശിയുടെ അരികിൽ തന്നെ ആയിരിക്കും. മുത്തശ്ശിക്ക് അവർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. മുത്തശ്ശി കിടന്നു, ഞാൻ മുത്തശ്ശിയുടെ കാല് തിരുമാം. മുത്തശ്ശിയുടെ കാലിന് നല്ല വേദനയുണ്ടല്ലേ? പിന്നെ മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ മുടി കെട്ടാം. നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തുമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഈ ലോകത്തെ ഏറ്റവും നല്ല കൊച്ചുമക്കളാണ്. എന്നിട്ട് മുത്തശ്ശി വേൾഡിലെ ബെസ്റ്റ് മുത്തശ്ശിയാണ്. രണ്ടുപേരും മുത്തശ്ശിയെ വാരിപ്പുണരുമായിരുന്നു. ഞാൻ പറയുന്ന കേക്ക്. എന്നെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഈ പെട്ടി നിങ്ങൾ തുറക്കണം. ഇതിലെന്റെ കുറച്ച് ഓർമ്മകളുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങളോടൊപ്പം എന്നും കാണും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് സുഖമില്ലാതായി. പെട്ടെന്നൊരു ദിവസം മുത്തശ്ശി ലോകത്തോട് വിട പറഞ്ഞു. അച്ഛാ, മുത്തശ്ശി എന്തിനാണ് ഞങ്ങളെ വിട്ടുപോയത്? ഇനി ഞങ്ങൾ ആരുമായിട്ടാണ് എല്ലാം പങ്കുവെക്കുന്നത്? നോക്കു മക്കളെ, മുത്തശ്ശിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഞാനങ്ങ് രക്ഷപ്പെട്ടു. ചത്തതേതായാലും നന്നായി. രേവതിയും സരസ്വതിയും മുത്തശ്ശി മരിച്ചതിൽ പിന്നെ വളരെ ദുഃഖത്തിലായിരുന്നു. പിന്നീട് അവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറയാൻ തുടങ്ങി. എന്തുപറ്റി? രണ്ടുപേരുടെ മുഖം വാടിയിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ പ്രാവശ്യവും ഫെയിലായി. കബഡി കോമ്പറ്റീഷനിൽ എന്നെ സെലക്ട് ചെയ്തില്ല. എന്തു പറ്റി നിങ്ങൾ രണ്ടുപേർക്കും? എവിടാ നിങ്ങളുടെ ശ്രദ്ധ? ഇങ്ങനെ പോയാ പിന്നെ രണ്ടുപേരും എല്ലാത്തിലും തോക്കും. ഒരു ദിവസം വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുധ ഏണിയിൽ നിന്നും താഴെ വീണു. ആ, എന്റെ കാല്! അയ്യോ, എന്തുപറ്റി? നീ എങ്ങനെയാ വീണത്? ആദ്യം നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ചേ. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ! എവിടെ നിന്റെ കൈ കാണിച്ചേ നോക്കട്ടെ. ഭർത്താവ് സുധയെ മുറിയിൽ കൊണ്ടു ചെന്ന് കിടത്തി. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. കാലിൽ സാരമായ പരുക്കുണ്ട്. കുറച്ചു നാളത്തേക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. എന്താ ഇതൊക്കെ? ഇനി ആരാ ആഹാരം ഉണ്ടാക്കുന്നേ? മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം ചെയ്തേനെ. ശരിയാ, മുത്തശ്ശി ഉള്ളപ്പം നിങ്ങൾക്ക് അവരുടെ വില അറിയത്തില്ലായിരുന്നു. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. മിണ്ടി പോയേക്കരുത്. നീയൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവര് പറഞ്ഞതാണ് ശരി. കുറച്ചുനാള് നീയൊന്ന് വിശ്രമിക്കേ. ദിവസങ്ങൾ പോകുന്തോറും വീട്ടിലെ അവസ്ഥ മോശമായി തുടങ്ങി. രേവതിയും സരസ്വതിയും അവർക്കറിയാവുന്ന പോലെ പാചകം ചെയ്തു. പാതി വെന്ത ആഹാരമാണ് അവർ കഴിച്ചത്. ഒരു സ്വാദുമില്ലായിരുന്നു. പലപ്പോഴും ആഹാരം പുറത്തുനിന്നാണ് ഓർഡർ ചെയ്ത് വരുത്തിയത്.
അതുമാത്രമല്ല സുധയുടെ മരുന്നിന്റെ ചിലവും വളരെ കൂടുതലായിരുന്നു. എന്തൊരു ചെലവാണെന്നറിയോ? ഈ മാസവും ഒന്നും മിച്ചം വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ആരാണ്ട് നമ്മുടെ വീട്ടിന് കണ്ണ് വെച്ചിട്ടുണ്ടെന്നാ. എനിക്കിന്ന് മുത്തശ്ശിയെ ഓർമ്മ വരുന്നുണ്ട്. ശരിയാ, മുത്തശ്ശി ഇവിടെ ഉണ്ടായാ മതിയായിരുന്നു. സരസ്വതി, നിനക്ക് ഓർമ്മയുണ്ടോ മുത്തശ്ശി നമ്മളോട് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ എന്റെ പെട്ടി തുറക്കാന്. വാ, മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവാം. ശരിയാ, ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഓർത്തതേയില്ല. വാ, നമുക്ക് പോകാം. രേവതിയും സരസ്വതിയും മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. അവർ മുത്തശ്ശിയുടെ പെട്ടി തുറന്നു. അതിനകത്ത് തിളങ്ങുന്ന മുത്തുകളുള്ള ഒരു കൊലുസുണ്ടായിരുന്നു. കണ്ടില്ലേ സരസ്വതി, മുത്തശ്ശിയുടെ കൊലുസ്. അവർക്ക് നമ്മുടെ പ്രായമുള്ളപ്പം അവരിതിടുമായിരുന്നു. മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭംഗിയുണ്ടല്ലേ, നമ്മുടെ മുത്തശ്ശിയെ പോലെ തന്നെ, ശരിയല്ലേ? ഈ കൊലുസ് കാണുമ്പോ തോന്നുന്നത് മുത്തശ്ശി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടെന്നുള്ളതാ. നമുക്ക് ആ കൊലുസ് ഇട്ടു നോക്കിയാലോ? അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹവും നമ്മളോടൊപ്പം കാണും. ശരിയാ, ഇടാം. നമുക്കൊരു പണി ചെയ്യാം. ഇന്ന് നീ ഇതിട്ടോ, നാളെ ഞാൻ ഇതിടാം. രേവതി ആ കൊലുസണിഞ്ഞ് സ്കൂളിലേക്ക് പോയി. അവൾക്കവിടെ റണ്ണിംഗ് റേസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ അവൾക്ക് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞു. അവളുടെ അടുത്തുപോലും എത്താൻ ആർക്കും കഴിഞ്ഞില്ല. റണ്ണിംഗ് റേസിൽ അവൾ 1ാം സ്ഥാനം നേടി. രാത്രിയിൽ അവൾ ഇക്കാര്യം തന്റെ സഹോദരി സരസ്വതിയോട് പറഞ്ഞു. അത് കൊള്ളാമല്ലോ, ഇത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അടുത്ത ദിവസം സരസ്വതി മുത്തശ്ശിയുടെ കൊലുസുമണിഞ്ഞ് സ്കൂളിലേക്ക് പോയി. അവൾ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി. രേവതി, നിനക്കറിയാവോ, എനിക്ക് ചോദ്യത്തിന്റെ ഉത്തരമെല്ലാം അറിയാം. എങ്ങനാന്ന് അറിഞ്ഞൂടാ. സരസ്വതി, ഇതെല്ലാം ഈ പാൽസരം കാരണമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ കൊലുസിന് എന്തോ അത്ഭുതം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. ശരിയാ, മുത്തശ്ശി നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം വീട്ടിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഇപ്പൊ അവരുടെ കൊലുസുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം പഴയതുപോലായി. വാ, നമുക്ക് ഈ കാര്യം ചെന്ന് അച്ഛനോട് പറയാം. ഞങ്ങള് പറഞ്ഞത് ശരിയാണ് അച്ഛാ. ഈ പാൽസരം കാരണമാണ് ഞങ്ങള് ഫസ്റ്റ് വന്നത്. അമ്മ ഇതൊന്ന് ഇട്ടു നോക്കിക്കേ. അമ്മയുടെ കാലും ശരിയാകും. നിങ്ങൾ പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ ഇതിൽ അത്ഭുതം ഉണ്ടെന്നുള്ളു ഞാൻ വിശ്വസിക്കുന്നില്ല. സുധ ആ കൊലുസണിഞ്ഞതും അവളുടെ കാലുകൾ സുഖമായി. അവളുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു. ഞാനൊരു ദുഷ്ടയാണ്. ഞാൻ നിങ്ങളുടെ മുത്തശ്ശിയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊരിക്കലും ബഹുമാനം നൽകിയിട്ടില്ല. അവരുടെ അത്ഭുത പാദസരം കാരണമാണ് എന്റെ കാലിന്ന് ശരിയായത്. അമ്മയുണ്ടായിരുന്നതുവരെ നമ്മുടെ വീട്ടിലെല്ലാം നല്ല രീതിയിലാണ് നടന്നത്. സന്തോഷം, ഐശ്വര്യം അവര് പോയതോടെ എല്ലാം കൈവിട്ടു പോയി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് ഇന്ന് അവരുടെ അത്ഭുത പാൽസരം കാരണം കാര്യങ്ങളെല്ലാം പഴയതുപോലായി. വരൂ, നമുക്ക് മുത്തശ്ശിയോട് നന്ദി പറയാം. ഇന്നവരെല്ലാവരും മുത്തശ്ശിയുടെ ഫോട്ടോയ്ക്ക് മാലയിട്ട് അവരെ തൊഴുതു, വിളക്കം കൊളുത്തി. ആ അത്ഭുത കൊലുസണിഞ്ഞപ്പോൾ സുധയുടെ കാല് പഴയ രീതിയിലായി. അവളുടെ ഭർത്താവിന് പ്രമോഷൻ കിട്ടി. പിന്നെ രേവതിയും സരസ്വതിയും പഠിപ്പിൽ എപ്പോഴും ഒന്നാമതായി. മുതിർന്നവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതം സന്തോഷകരമായിരിക്കും. അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മുതിർന്നവർ വീടിന്റെ ഐശ്വര്യമാണെന്നുള്ളത് മറക്കരുത്. അവർ നമ്മെ വിട്ടുപോയി കഴിയുമ്പോഴാണ് അവരുടെ വില മനസ്സിലാവുക. മുതിർന്നവരെ സ്നേഹിക്കുക, അവരുടെ മനസ്സിനെ ഒരിക്കലും മുറിവേൽപ്പിക്കരുത്. രജത് നഗർ എന്ന പേരുള്ള ഒരു ഗ്രാമത്തിൽ സുസ്മിതയും അവരുടെ ഭർത്താവും അമ്മായിയമ്മയും മകൾ കാജലുമായി അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നിരുന്നു. സുസ്മിതയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ആഹാരം വലിയ പ്രിയമായിരുന്നു. അതുകൊണ്ട് സുസ്മിത ദിവസവും പലതരത്തിലുള്ള ആഹാരങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആ നാട്ടിലെങ്ങും പാട്ടായിരുന്നു. അത്രയ്ക്ക് രുചികരമായ ഭക്ഷണമായിരുന്നു. നീ എന്താ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നേ? അതിന്റെ വാസന ഈ പരിസരത്ത് മുഴുവനും വീശുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വേഗം ചെന്ന് കൈ കഴുകിയിട്ട് വരൂ. ഭക്ഷണം ഞാൻ വിളമ്പി വെക്കാം. കാജൽ, നീയും വേഗം വരും മോളെ. ഇപ്പൊ വരാമേ. നിന്റെ കൈക്ക് പ്രത്യേക പവറാണ് മോളെ. നീ എന്താണ് അതിനകത്ത് ചേർക്കണേന്നറിയില്ല. അത്രയ്ക്ക് രുചിയാണ് നീ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ. സത്യമാണ് സുസ്മിതേ, നീ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിച്ചു നോക്കിയാലുണ്ടല്ലോ വേറെ എവിടെ നിന്നും കഴിക്കില്ല, ഇവിടെ തന്നെ വന്ന് കഴിക്കും. എന്റെ അമ്മയാണ് ഏറ്റവും
ടേസ്റ്റ്. എന്റെ അമ്മയെ പോലെ വേറെ ആരും ഭക്ഷണം ഉണ്ടാക്കില്ല. ശരി ശരി, സമ്മതിച്ചിരിക്കുന്നു. ഭക്ഷണം തണുത്തു പോകും. വേഗം എല്ലാരും എടുത്ത് കഴിച്ചേ, കേട്ടല്ലോ? പിന്നെ സുസ്മിതേ, നാളെ എന്റെ ബോസും ഫ്രണ്ട്സും ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട്. ഓഫീസിലുള്ള എല്ലാവരും തന്നെ പറയാണ് നീ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കണമെന്ന്. എനിക്ക് മറിച്ചൊന്നും പറയാനും പറ്റിയില്ല. ബോസിന് ഭക്ഷണം ഇഷ്ടപ്പെട്ട എനിക്ക് പ്രമോഷൻ കിട്ടുമല്ലോ. നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ നിങ്ങളുടെ ബോസ് ഡബിൾ പ്രമോഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. സുസ്മിത അതിരാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് എങ്ങോട്ടോ ഒരുങ്ങി പോവുകയായിരുന്നു. പെട്ടെന്ന് കാജൽ ഉറക്കത്തിന്ന് എണീറ്റു. എന്നിട്ട് അവൾ അമ്മയോട് ചോദിച്ചു, അല്ല അമ്മേ, അമ്മ എങ്ങോട്ടാ പോകുന്നത്? മാജിക് മസാല കൊണ്ടുവരാൻ പോവുകയാണ്. മാജിക് മസാലയോ? അതെന്താണ് അമ്മേ? ഇപ്പൊ നീ കുട്ടിയല്ലേ, വളർന്ന് വലുതാകുമ്പോൾ ഈ രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം, കേട്ടല്ലോ? അമ്മേ, ഞാനും അമ്മയുടെ കൂടെ പോന്നോട്ടെ? വേണ്ട മോളെ, ഇപ്പൊ നീ കിടന്ന് ഉറങ്ങിക്കോ. അതിന്റെ സമയം വരുമ്പോ ഞാൻ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്നാ ശരി അമ്മേ. സുസ്മിതയുടെ ഭർത്താവിന്റെ ബോസും കൂട്ടുകാരുമൊക്കെ സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നു. ദൂരെ നിന്ന് തന്നെ അവർക്ക് ഭക്ഷണത്തിന്റെ മണം കിട്ടിത്തുടങ്ങിയിരുന്നു. ആഹാ രാകേഷേ, നിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ വാസന ഈ പരിസരം മുഴുവൻ വീശുന്നുണ്ടല്ലോ. അതെ അതെ, ഈ വാസന കൊണ്ട് എനിക്ക് നല്ല വിശപ്പ് വരുന്നു. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അല്ല, മണം കൊണ്ട് തന്നെ നിങ്ങൾ ആരും വയർ നിറയ്ക്കല്ലേ കേട്ടോ. റെഡിയായിട്ടുണ്ട്, വന്ന് ആഹാരം കഴിക്കും എല്ലാരും. സുസ്മിത എല്ലാവരുടെയും മുന്നിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ വിളമ്പിക്കഴിഞ്ഞു. ഇതെല്ലാം കണ്ട് വന്നവർക്ക് ഭയങ്കര സന്തോഷമായി. സുസ്മിത എല്ലാവർക്കും വയറ് നിറച്ച ആഹാരം കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാവരും അതെടുത്ത് കഴിക്കാനും തുടങ്ങി. രാകേഷേ, താൻ ഭാഗ്യവൻ തന്നെയാടോ. അതുകൊണ്ടാണല്ലോ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഭാര്യ തനിക്ക് കിട്ടിയത്. ഇതൊരു മാജിക് തന്നെയാടോ. ഇത്ര രുചിയുള്ള ഭക്ഷണം ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല. ആഹാരമെല്ലാം കഴിഞ്ഞ് എല്ലാവരും സുസ്മിതയെ നല്ലോണം പ്രശംസിച്ചു. എന്നിട്ട് പോവുകയും ചെയ്തു. രാകേഷ് അവരെ യാത്രയാക്കിയ ശേഷം തിരിച്ചു ഓടി വരികയാണ് ഉണ്ടായത്. നിനക്കൊരു കാര്യം അറിയോ സുസ്മിതേ, ഇന്ന് നീ കാരണമാണ് എനിക്ക് പ്രമോഷൻ കിട്ടിയിരിക്കുന്നത്. ബോസിന് നിന്റെ പാചകമെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മയെ പോലെ ആരും തന്നെ ഇല്ല. എല്ലാവരും വളരെ സന്തോഷമായിരുന്നു. കുറച്ചു കാലം കൊണ്ട് കാജൽ വളർന്നു വലുതായി. അവൾ അവളുടെ അമ്മയുടെ അടുത്ത് പാചകം പഠിക്കാനായിട്ട് വന്നു. മോളെ കാജൽ, വരൂ, എന്നെ ഈ പാചകത്തിൽ ഒന്ന് സഹായിക്കൂ നീ. അമ്മേ, ഇന്ന് പറ്റില്ല. എനിക്ക് എന്റെ കൂട്ടുകാരികളുടെ വീട്ടിലൊന്ന് പോണം അമ്മേ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ നീ വളർന്നു വലുതായില്ലേ. ആഹാരം ഉണ്ടാക്കി പഠിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്, കേട്ടല്ലോ? ഇപ്പൊ അമ്മ ഉണ്ടല്ലോ, ഞാൻ പിന്നീടെങ്കിലും പഠിച്ചോളാം. എന്നാ ശരി അമ്മേ, ഞാൻ പോട്ടെ കേട്ടോ. എനിക്ക് ഒരുപാട് സമയായി. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൾ ഒരു അനുസരണയില്ലല്ലോ. കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ആഹാരം ചെയ്യാനുള്ള മടി കാരണം കാജൽ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എപ്പോഴും സമയം നമുക്കായിട്ട് നിൽക്കണമെന്നില്ല. പക്ഷെ ഒരു ദിവസം കടുത്ത പനി വന്ന കാരണം പെട്ടെന്ന് തന്നെ സുസ്മിത മരിക്കാനിടയായി. കാജൽ തികച്ചും തനിച്ചായി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കാജലിന്റെ അച്ഛൻ കാജലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ തീർത്ഥാടനത്തിന് പോവുകയും ചെയ്തു. വരൂ, ഞാൻ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മേ, വരൂ അമ്മേ, നമുക്ക് ആഹാരം കഴിക്കാം. എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് ഇരുന്നു. കാജൽ എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. കാജൽ, കഴിക്കാൻ വേറൊന്നും തന്നെ ഇല്ലേ? എന്തുപറ്റി? ആഹാരം നല്ലതില്ലേ? അതൊന്നുമല്ല, ഈ ഭക്ഷണത്തിന് അത്രയ്ക്ക് സ്വാദൊന്നുമില്ലല്ലോ. മോളെ കാജൽ, ഞങ്ങള് കേട്ടറിഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മയ്ക്ക് ഭയങ്കര കൈപുണ്യമാണെന്ന്. നീ അമ്മയുടെ അടുത്ത് നിന്നും പാചകമൊന്നും പഠിച്ചില്ലേ? ഭർത്താവിന്റെ വീട്ടുകാരെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പോലും നീ പഠിച്ചില്ലല്ലേ? ഞാൻ പോയി വേറെ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവരാം അമ്മേ. ഇനി എന്തുണ്ടാക്കാനാ? വിശന്നിരുന്ന ഇപ്പൊ വിശപ്പും പോയി കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിക്കാതെ എണീറ്റുപോയി. കാജൽ വളരെ ദുഃഖിതയായി. അവൾ അവളുടെ അമ്മ പറഞ്ഞ കാര്യം അപ്പോഴാണ് ഓർത്തത്. അതായത് പാചകം പഠിക്കണമെന്ന് പറഞ്ഞ കാര്യം. കാജൽ ദിവസവും ഭക്ഷണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കലും അവൾക്ക് അവളുടെ അമ്മായിയമ്മയെയും ഭർത്താവിനെയും സന്തോഷിപ്പിക്കാനായില്ല. ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന പ്രവീണിന് പ്രമോഷൻ കിട്ടി. കാരണം അവന്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിന്റെ രുചി കൊണ്ടാ. നീ ഇതൊന്നും കേട്ടില്ലേ? എന്റെ മകന് കിട്ടേണ്ട പ്രമോഷനാ വേറൊരുത്തൻ കൊണ്ടുപോയിരിക്കുന്നത്. നല്ല മാതിരി ഭക്ഷണം പാകം ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. നോക്കി നിന്നിട്ട് കാര്യമില്ല. എത്ര പരിശ്രമിച്ചിട്ടും കാജലിന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞില്ല. രാത്രി ഒറ്റയ്ക്കിരുന്ന് അവൾ കരയാൻ തുടങ്ങി. അമ്മയുടെ ആത്മാവ് പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാജൽ, നീ ഇങ്ങനെ വിഷമിക്കണ്ട കേട്ടോ.
എന്നോട് ക്ഷമിക്കൂ അമ്മേ. അമ്മ പറഞ്ഞതൊന്നും അന്ന് ഞാൻ അനുസരിച്ചില്ല. അതൊക്കെ സാരമില്ല മോളെ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ രഹസ്യ മസാലയെക്കുറിച്ച് നിന്നോട് പറയാനായിട്ട് ഞാൻ വന്നത്. അമ്മേ, ദേവി ഇത് പറയൂ അമ്മേ. ആ മാജിക് മസാല എവിടുന്നാണ് കിട്ടുന്നത്? കാജൽ, നമ്മുടെ വീടിന്റെ പുറകെ ഒരു കാടുണ്ട് മോളെ. അവിടെ അന്നപൂർണേശ്വരിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെ ചെന്ന് മനമുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ അമ്മ നിന്നെ സഹായിക്കാതിരിക്കില്ല. മസാല കിട്ടും. എന്റെ അമ്മയാണ് എനിക്ക് ഈ രഹസ്യം പറഞ്ഞു തന്നത്. ഇന്ന് ഞാൻ നിനക്കിത് പറഞ്ഞു തരുന്നു. നീ ജീവിതത്തിൽ എന്നും സുഖമായി ജീവിക്കണം. അമ്മയുടെ വാക്കുകൾ കേട്ട് കാജൽ വനത്തിലേക്ക് പോകുന്നു. അവിടെയുള്ള ദേവിയോട് മനമുരുകി പ്രാർത്ഥിക്കുന്നു. അവിടെ അന്നപൂർണേശ്വരി പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് മാജിക് മസാല നൽകുകയും ചെയ്തു. കാജൽ ദേവിയോട് നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന് മസാല ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങി. കാജൽ, ഇന്ന് നീയുണ്ടാക്കിയ ഭക്ഷണം വളരെ അടിപൊളിയായിട്ടുണ്ട്. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. അതേ മരുമോളെ, എനിക്കിത് വിശ്വസിക്കാനും കൂടി പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷായി. നീ ആള് മിടിക്കുക. അമ്മ എന്നോട് പറഞ്ഞില്ലേ എന്റെ അമ്മയോട് ഞാനൊന്നും പഠിച്ചില്ലെന്ന്? ഇപ്പൊ കണ്ടില്ലേ, എന്റെ അമ്മയാണ് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. കാജലിന്റെ ഭക്ഷണത്തിന്റെ രുചി നാട് മുഴുവനും കാട്ടുതീ പോലെ പരന്നു. കാജലിന്റെ ഭക്ഷണം കഴിക്കുവാൻ എല്ലാവരും തമ്മിൽ മത്സരിച്ചു. കാജൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് കാജലിന്റെ ഭർത്താവിന് ശരിക്കും പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു. പഠിക്കാനുള്ള പാഠം. അമ്മമാർ എന്നും കൂടെയുള്ളപ്പോൾ അതിന്റെ വില നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ഒരു അമ്മ നൽകുന്ന സ്നേഹം ലോകത്ത് എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി വേറെ എവിടെ നിന്നും കിട്ടുകയുമില്ല. ഓരോ അമ്മമാരുടെയും കൈകൾക്ക് പ്രത്യേക പവറാണുള്ളത്. ശാന്തിനികേതൻ സൊസൈറ്റിയിലെ അഗർവാൾ എന്ന വ്യക്തിയുടെ വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ദിവസവും വഴക്ക് നടക്കാറുണ്ടായിരുന്നു. ദേ ഇത് കണ്ടോ അമ്മായി, യൂട്യൂബില് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് 1,00,000 ഫോളോവേഴ്സിനെ കിട്ടിയിരിക്കുന്നു. ധാരാളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്താടി നീ വീട്ടു ജോലികളൊക്കെ വിട്ടിട്ട് ഇതിന്റെ പുറകെ നിൽക്കുന്നത്? നിനക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഇവരൊക്കെ എന്തിനാ നിന്നെ ഫോളോ ചെയ്യുന്നത്? അങ്ങനെയല്ല അമ്മായി, ഇവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായതുകൊണ്ടാണ്. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ? എന്റെ മോന് നിന്നോട് എത്ര സ്നേഹമാ, എന്നിട്ട് പോലും നീ എന്തിനാ ഇവരൊക്കെ നിന്നെ സ്നേഹിക്കണോന്ന് വാശി പിടിക്കുന്നേ? അയ്യോ, അതല്ല കാര്യം അമ്മായി. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാ. അതിൽ ഞാൻ എന്റെ റെസിപ്പിയെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതെല്ലാവരും കാണും, എന്നിട്ട് അതിനവര് ലൈക്ക് ഇടും. ആരൊക്കെയാണോ ലൈക്ക് ചെയ്യുന്നത് അവരൊക്കെ എന്റെ ഫോളോവേഴ്സ് ആയിട്ട് മാറും. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 1,00,000-ലും അധികം ഫോളോവേഴ്സിനെയാ കിട്ടിയിരിക്കുന്നത്, അറിയോ? ഇതിനെക്കുറിച്ച് ഇത്രമാത്രം വീമ്പിളക്കാൻ എന്താ ഉള്ളത്? പാവങ്ങള്, അവർക്കൊന്നും അറിയില്ലെന്നാ തോന്നുന്നേ. നീ ഇടുന്ന റെസിപ്പീസൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. ആരെങ്കിലും അത് ഉണ്ടാക്കിയൊന്ന് രുചിച്ചു നോക്കിയാ പിന്നെ അവര് സ്വർഗത്തിന്റെ ഫോളോവേഴ്സ് ആകും. ആഹാ, എത്താത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന് പറയാറുണ്ട്. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നോക്കമ്മായി, ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്ക്. ഞാനിങ്ങനെ പോപ്പുലർ ആകുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനുള്ളിൽ അസൂയ. അസൂയയോ? അതും നിന്നോടോ? നിനക്കൊരു കാര്യം അറിയാവോ? ഞാൻ മുമ്പൊക്കെ കോളേജിലേക്ക് പോകുമ്പോ ചുരുങ്ങിയതൊരു 4-5 ആമ്പിള്ളേരെങ്കിലും എന്റെ പുറകെ വരാറുണ്ടായിരുന്നു. അവരെന്നെ ഫോളോ ചെയ്ത് വരുമായിരുന്നു, അറിയോ? മാത്രമല്ല, ഇപ്പൊ ഞാൻ നിന്നെപ്പോലെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തൂന്ന് വെച്ചോ, പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സേ നിനക്കുള്ളതിനേക്കാളും അധികമായിരിക്കും. അതെയോ? എങ്കിലതൊന്ന് കാണണമല്ലോ. നമുക്ക് ബെറ്റ് വെക്കാം. അടുത്ത 1 മാസം കൊണ്ട് ആർക്കാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് നോക്കാം. എന്താ, റെഡിയാണോ? അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായും എനിക്കായിരിക്കും കൂടുതൽ വരിക. അഗർവാളിന്റെ വീട്ടിൽ യുദ്ധത്തിനുള്ള സൈറൻ മുഴങ്ങാൻ തുടങ്ങി. അമ്മായിയമ്മയും മരുമകളും കൂടി ബെറ്റ് വെച്ചു ആരാണ് യൂട്യൂബിൽ കൂടുതൽ പ്രശസ്തരാവാൻ പോകുന്നത് എന്ന്. അത് വേണ്ട. നിങ്ങൾ കരുതുന്നത് പോലെ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളുടെ മരുമകൾക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത്രയ്ക്ക് അവള് ഫേമസ് ആയിരിക്കുക. അത് ശരിയാ, നീ എപ്പോഴും നിന്റെ ഭാര്യയ്ക്കല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? മറക്കണ്ട, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഞാനാ. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. അതായത് ഈ യൂട്യൂബില് വലിയ വലിയ ആൾക്കാരുടെ ചാനലിലൊക്കെ ഉണ്ട്. അതായത് രാഷ്ട്രീയക്കാർ, ഫിലിം സ്റ്റാർ, അവരുടെ ചാനലാണ് ഫോളോ ചെയ്യുന്നത്. നീ എന്താടാ പറയുന്നത്? നിന്റെ അമ്മയ്ക്ക് ഫോളോവേഴ്സിനെ കിട്ടില്ലെന്നാണോ പറയുന്നത്? ഒന്ന് പോടാ നീ. ഞാനില്ലാതെ ഈ സൊസൈറ്റിയിലെ ഒരേല പോലും അനങ്ങില്ല, അറിയോ നിനക്ക്? നീ ഒരു പ്രാവശ്യം ആ യൂട്യൂബ് ചാനൽ ഒന്ന് തുടങ്ങി തന്നാ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ശരി,
ഞാൻ അമ്മയ്ക്ക് ഒരു ചാനൽ റെഡിയാക്കി തരാം. അതിൽ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. അതാണെങ്കിൽ എല്ലാവരും കാണുകയും ചെയ്യും. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അല്ലേ? എന്നുവെച്ചാ അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് കാണാമല്ലോ അല്ലേ? എപ്പ നോക്കിയാലും അവരെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പതിവ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ടല്ലോ, നാണം കെടുത്താറുമുണ്ട്. അവരെന്നെ യൂട്യൂബിൽ കണ്ടിട്ട് വീണ്ടും ചീത്ത പറയില്ലല്ലോ അല്ലേ? അങ്ങനൊന്നും ഇല്ല. ഇതിൽ ആർക്കൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ആരൊക്കെ യൂട്യൂബിലേക്ക് വരുന്നോ അവർക്ക് മാത്രമേ ഉള്ളൂ. ഹോ, അങ്ങനെയാണോ? അപ്പോ തീർച്ചയായിട്ടും എന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുമല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയല്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്യണം. ഇപ്പോ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം കത്തെഴുതി അയക്കണോ? പോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്ത് വീഡിയോസ്? വീഡിയോസ് എന്ന് വെച്ചാൽ അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്ത് പാചകം ചെയ്യുന്നു, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വേണം അപ്ലോഡ് ചെയ്യാൻ. ഹലോ ഫ്രണ്ട്സ്, ചായ കുടിക്കുന്നോ? നല്ല ചൂടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഭക്ഷണം കഴിക്കൂ. ദേ ഇത് കണ്ടോ, ഇദ്ദേഹമാണ് എന്റെ ഭർത്താവ്. അദ്ദേഹത്തിന് കുടവയറ് ചാടിയിട്ടുണ്ട്. എന്നിട്ട് പോലും എണ്ണയിൽ വറുത്തെടുത്ത ഭക്ഷണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജീവനാ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത് കേട്ടോ. അമ്മായിയമ്മയുടെ ഈ വീഡിയോസ് എല്ലാം പോപ്പുലറായി തുടങ്ങി. അങ്ങനെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടേ വന്നു. അത് കണ്ട മരുമകൾ വളരെ അപ്സെറ്റായി. എന്തു പറ്റി മോളെ? നീ ഭയങ്കര ടെൻഷനിലാണല്ലോ. എന്തു പറയാനാ അമ്മാവ, എന്റെ അമ്മായിയമ്മ ഇട്ട വീഡിയോസിന് അവർക്ക് 50,000-ത്തിലും അധികം സബ്സ്ക്രൈബേഴ്സിന് കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെ അവര് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നാൽ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിനോളം അവർക്കും കിട്ടും അമ്മാവ. പിന്നെ അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും എന്നെ അവർ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എന്താ മോളെ, നിന്റെ വീഡിയോസ് ഒക്കെ മനോഹരമായിട്ടില്ലേ? അതാണെങ്കിൽ പലർക്കും പ്രയോജനം ഉള്ളതുമാണ്. അതാ മോളെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ഇൻഫർമേഷൻ വീഡിയോസ് എടുത്ത് അതങ്ങ് അപ്ലോഡ് ചെയ്തേക്ക്. അതിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമല്ലോ. അല്ല മാവ, ഇൻഫർമേറ്റീവ് വീഡിയോസിനെക്കാളും ഇതുപോലുള്ള വീഡിയോസിനാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് അമ്മായിയമ്മയെ തോൽപ്പിക്കാൻ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യണം, വേറെ വഴിയില്ല. എനിക്ക് മനസ്സിലായി. ഇനി ഞാനും കോമഡി പാട്ട് പാടി വീഡിയോ ഉണ്ടാക്കാൻ പോവുക. പക്ഷേ മോളെ, ശരി, ഞാൻ പോട്ടെ അമ്മവാ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് ഞാനൊരു ഗുൽഫി കഴിച്ചു, നല്ല സ്വാദുള്ള ഗുൽഫി കഴിച്ചു. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അമ്മായിയമ്മയും മരുമകളും ഈ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ വളരെ ഇൻവോൾവ്ഡ് ആയിരുന്നു. അവരെ ആശ്രയിച്ച് മറ്റു ചില ആൾക്കാരും വീട്ടിലുണ്ടെന്നുള്ള കാര്യം തന്നെ അവർ മറന്നു. ഈ സമയത്താണ് അച്ഛനും മകനും കൂടി ഒരു തീരുമാനം എടുത്തത്. അവരെ രണ്ടുപേരെയും ഒരു നല്ല പാഠം പഠിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. നീ നിന്റെ ചാനൽ മുഖേന കൊറോണയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തോ? അല്ല, ആ പോസ്റ്റ് എനിക്ക് വാട്സപ്പിൽ വന്നതാണല്ലോ. ഞാൻ എന്താ വിചാരിച്ചതെന്നോ, എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ആ മരുന്നിനെ കുറിച്ച് അറിയിക്കണമെന്ന് വിചാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോയും ഉണ്ടാക്കി. നിനക്കൊരു കാര്യം അറിയാവോ? അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. നീ അയച്ച വീഡിയോ കാരണം എത്ര പേരുടെ ജീവൻ ആപത്തായിരിക്കുമെന്ന് നിനക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, എന്താ? നീ എന്തിനാ വെറുതെ അവളെ ഇങ്ങനെ നോക്കുന്നത്? നീയും അതുപോലുള്ള ധാരാളം വീഡിയോസ് എല്ലാം നിന്റെ അക്കൗണ്ടിലും ഇട്ടിട്ടില്ലേ? അതും ജനങ്ങളുടെ ജീവൻ ആപത്താന്നുള്ള കാര്യം നിനക്കറിയില്ലേ? എന്ത്? ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിലാണോ ഞങ്ങൾ ഇത്രയും വഴക്കുണ്ടാക്കിയത്? പക്ഷെ ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഇന്ന് തന്നെ എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. അതെ, ഞാനും ചെയ്യാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഇട്ട പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. നോക്കൂ, സോഷ്യൽ മീഡിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയയാണ്. അത് മുഖേന ജനങ്ങളുടെ കഴിവുകൾ, അവരുടെ പ്രശ്നങ്ങൾ, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇതെല്ലാം ലോകത്തിന്റെ ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലേക്ക് ഒരു ക്ലിക്കിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കും ഇക്കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യം മറക്കുന്നു. നമ്മളിടുന്ന ഇങ്ങനെയുള്ള പോസ്റ്റുകളും കമന്റുകളും കാരണം പലരുടെയും ജീവിതം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ ഒരുപക്ഷെ ആരുടെയോ അടുത്തു നിന്നും ആർക്കോ വന്നതൊക്കെ ആകാം. അത് 1-2 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതൊക്കെ ഫോർവേഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും പാടുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലോ ആയിരിക്കും അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ഞങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്തോളാം. അതെ, നമ്മൾ മോഡേൺ ആയിരിക്കും, അതേസമയം ഒരു റെസ്പോൺസിബിൾ സിറ്റിസണും ആയിരിക്കും. അതിനുശേഷം അമ്മായിയമ്മയും മരുമകളും പലതവണ ചെക്ക് ചെയ്ത് നോക്കാതെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറേ ഇല്ല. അതുമാത്രമല്ല, അവരുടെ യൂട്യൂബ് ചാനലും
ജനങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ നൽകാൻ മാത്രം ഉപയോഗിച്ചു. ജബൽപൂർ എന്ന ഒരു ചെറിയ സ്ഥലത്ത് പ്രവാസും അയാളുടെ ഭാര്യ രാധയും ജീവിച്ചിരുന്നു. അവര് രണ്ടുപേരും ഒരു ചെറിയ ഹോട്ടൽ നടത്തിപ്പോന്നു. പ്രവാസും ഭാര്യയും ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അടുത്തുള്ള ആളുകളൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു. നല്ല രീതിയിൽ ആ ഹോട്ടൽ നടന്നു പോന്നു. എന്താ പ്രവാസേ, കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല ചേട്ടാ, ഒരു കണക്കിന് അങ്ങനെ ജീവിച്ചു പോന്നു. നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തിലെ കൊറോണ എന്നൊരു പുതിയ രോഗം പിടിപെട്ടിട്ടുണ്ട്. അതെ അതെ, എനിക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർ കുറവാ. നമ്മുടെ നാടിന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. ശരി പ്രവാസേ, ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാം. പ്രവാസ് കസ്റ്റമേഴ്സിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അയാളും അയാളുടെ ഭാര്യയുമായി സംസാരിച്ചു. രാധ, ഈ രോഗം ഇങ്ങനെ കൂടുതലായാൽ നമ്മൾ എങ്ങനെ ഹോട്ടൽ നടത്തുമെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ, നിങ്ങൾ പറയുന്നത് വളരെ ശരിയാ ചേട്ടാ. നമ്മുടെ ഈ ഹോട്ടലിലെ സ്ഥലം വളരെ കുറവുമാണ്. തൊട്ടാൽ തന്നെ ഈ രോഗം പകരുന്നതുമാണ്. അതെ, നമ്മുടെ ഹോട്ടലിൽ ആരും ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം പ്രശ്നത്തിലാവും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടൊന്ന് ആലോചിക്കാം. എന്താ? കൊറോണ രോഗം കാരണം വീട്ടിലിരുന്ന് ജനങ്ങൾ പുറത്തിറങ്ങാൻ മടിച്ചു. മിക്കവരും ഹോം ഡെലിവറി ചെയ്യാനാണ് തുടങ്ങിയത്. നമ്മൾ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ. രാധ, ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് ആരും വരില്ല. എല്ലാവരും വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക. പക്ഷേ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഡെലിവറി കൊടുക്കാൻ അത്ര വരുമാനമൊന്നും നമുക്കില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ദൈവം ഒരു വാതിൽ അടച്ചാൽ ഇനിയൊരു വാതിൽ നമുക്കായിട്ട് തുറന്നു തരും. ഞാനല്ലേ പറയുന്നത്. പുതിയതായിട്ട് എന്തെങ്കിലും ശ്രമിക്കാം നമുക്ക്. രാധയുടെയും പ്രവാസിന്റെ ഹോട്ടൽ ആരും വരാതെ ശൂന്യമായി കിടന്നു. രണ്ടുപേർക്കും വല്ലാത്ത വിഷമം തോന്നി. രണ്ടുപേരും എന്തു ചെയ്യണമെന്നറിയാതെ ആലോചിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആലോചിക്കുന്നതിന് പകരം ആ TV തുറന്ന് എന്തൊക്കെയുണ്ടെന്ന് പ്രോഗ്രാം കാണൂ. കുറച്ച് സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ രാധ TV ഓൺ ചെയ്തു. അന്ന് TVയിൽ മറ്റുള്ള നാടുകളിൽ വണ്ടിയിൽ ഫുഡ് ചെയ്ത് വിൽക്കുന്നത് രാധ കണ്ടു. ഇത് കണ്ട ശേഷം പ്രവാസിന് ഒരു ഐഡിയ തോന്നി. എന്നിട്ട് അത് രാധയോട് പറയുകയും ചെയ്തു. രാധ, നമ്മൾ ഇതുപോലെ ഫുഡ് ട്രക്ക് വെച്ചിരുന്നാൽ ജനങ്ങൾക്ക് നമ്മൾ എളുപ്പത്തിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റും. അതെ അതെ, നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. പക്ഷേ ഇതുപോലൊരു വണ്ടി വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഇല്ലല്ലോ. അതെ അതെ, നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് നിങ്ങളുടെ അച്ഛന്റെ ഒരു പഴയ ഓട്ടോറിക്ഷ നമ്മുടെ വീടിന്റെ പുറകുവശത്ത് കിടപ്പില്ലേ? അത് നന്നാക്കി നമുക്ക് വണ്ടിയോ ഹോട്ടലാക്കിയാലോ? കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം വെച്ച് റെഡിയാക്കാം. പിന്നെ ജനങ്ങൾക്ക് ഇതൊരു ഹോട്ടൽ ഒരു പുതുമയായിട്ടും തോന്നും. എന്തേ? അത് നല്ല കാര്യമാണല്ലോ. നമുക്ക് ചെയ്തു നോക്കാം. കഷ്ടപ്പെടുന്നവന് ദൈവം എപ്പോഴും കൈ കൊടുക്കും. നമ്മുടെ ആട്ടോനെ എടുത്തിട്ട് മാറ്റിയിട്ട് വരാം. നീ എന്തു പറയുന്നു രാധ? നമ്മുടെ പുതിയ ബിസിനസ് ഇന്ന് തന്നെ തുടങ്ങിയാലോ? രാധയും പ്രവാസും കൂടി ആ പഴയ ഓട്ടോറിക്ഷയിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി നല്ലപോലെ വൃത്തിയാക്കാൻ തുടങ്ങി. അതിനുശേഷം ആ ഓട്ടോയ്ക്ക് നല്ല ഭംഗിയുള്ള പെയിന്റും അടിച്ചു. ഓട്ടോയുടെ മുന്നിൽ പൊട്ടുപോലെ പെയിന്റ് അടിച്ച് ഒന്നും കൂടി ഭംഗി വരുത്തി. അവരുടെ പഴയ ഓട്ടോ അങ്ങനെ പുത്തം പുതിയ തിളങ്ങുന്ന ഹോട്ടൽ വണ്ടിയായി മാറി. എന്തൊരു ഭംഗിയായിട്ടുണ്ടല്ലേ? ഇതൊരു ഓട്ടോ തന്നെയാ. ഇതൊക്കെ നീ കാരണം കൊണ്ടാ നടന്നത് രാധ. ഇപ്പൊ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി നമുക്ക് ഭക്ഷണം റെഡിയാക്കാം. പിന്നെ നമുക്ക് ഈ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കച്ചവടം ചെയ്യാം. അതെ അതെ, ഭക്ഷണം എടുത്ത് അകത്തു വെക്കാം. അതിനുള്ള പാത്രങ്ങളും എടുത്തു വെക്കാം. രാധയും പ്രവാസം ഉണ്ടാക്കി വെച്ച ആഹാര സാധനങ്ങളും പാത്രങ്ങളും എടുത്ത് വണ്ടിയിൽ വെച്ച് ഒരു മൈക്കും കയ്യിലെടുത്ത് അങ്ങനെ അവർ വിൽക്കുവാൻ പോയി. ജനങ്ങളെ, എല്ലാവരും വരൂ, എല്ലാവരും ഇവിടെ വരൂ. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ മുന്നിൽ വന്നാൽ മാത്രം മതി. ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. ഈ രുചിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയതാണ്. അമ്മയും വരൂ, അച്ഛനും വരൂ, കുട്ടികളും വരൂ. ഈ ഭക്ഷണം രുചിച്ചു നോക്കൂ. ഇവര് പറയുന്നത് കേട്ട് ജനങ്ങൾക്ക് അതിശയം തോന്നി. അതായത് പുതിയതായ ഓട്ടോറിക്ഷ ഹോട്ടലും ഒരു വിചിത്രവും നല്ല ഭക്ഷണത്തിന്റെ മണവും അവരെ കൊതിപ്പിച്ചു. അങ്ങനെ ആളുകൾ ഈ ഓട്ടോയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കാൻ തുടങ്ങി. കൂടാതെ സെൽഫി എടുക്കാനും മറന്നില്ല. സമയം പോകുന്തോറും ഈ ഓട്ടോറിക്ഷ ഹോട്ടൽ എല്ലാ ജനങ്ങൾക്കിടയിലും വളരെ ഫേമസ് ആയി മാറുകയും ചെയ്തു. ഈ ഹോട്ടൽ വരാൻ വേണ്ടി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങി. ചേട്ടാ, കണ്ടില്ലേ നമ്മുടെ ഹോട്ടൽ എത്രമാത്രം ഫേമസ് ആയെന്ന്? അതെ രാധ, ഈ ഹോട്ടൽ ഐഡിയ ജനങ്ങളുടെ മുമ്പിൽ ഇത്ര പ്രശസ്തിയാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല.
ഓട്ടോറിക്ഷ ഹോട്ടൽ വരുന്നത് കാണുമ്പോ തന്നെ ജനങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. രാധയും പ്രവാസും അന്നത്തെ കച്ചവടം കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴവിടെ ഒരു വൃദ്ധ ദമ്പതികൾ ഇരിക്കുന്നത് അവര് കണ്ടു. അവരാ വണ്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കുവാൻ തുടങ്ങി. മോനെ, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് കുറച്ചു ദിവസമായി. വിഷമിക്കണ്ട അമ്മേ, അവിടെ ഇരിക്കൂ, ഞങ്ങൾ ഇപ്പൊ തന്നെ ആഹാരം ഉണ്ടാക്കിത്തരാം. രാധയും പ്രവാസം കൂടി ആ വൃദ്ധ ദമ്പതികൾക്ക് വയറ് നിറച്ചും ആഹാരമുണ്ടാക്കി കൊടുത്തു. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നല്ലവരുണ്ടെങ്കിൽ മനുഷ്യരാരും തന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ല. വളരെ നന്ദി. ഞങ്ങൾ ഇന്നാണ് വയറ് നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചത്. രാധ, നാളെ തൊട്ട് കൂടുതൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം. വൈകിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹാർട്ട് ഹോട്ടൽ നല്ല പ്രശസ്തിയായിട്ട് വരുന്നു. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ സഹായിക്കണം. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയായൊരു കാര്യമാണ്. നാളെ മുതൽ ആഹാരം കൂടുതലുണ്ടാക്കാം. പിറ്റേ ദിവസം മുതൽ രാധയും പ്രവാസും കച്ചവടം കഴിഞ്ഞ പാവങ്ങൾക്ക് ആഹാരവും നൽകാൻ തുടങ്ങി. ഈ ഓട്ടോറിക്ഷ ഹോട്ടൽ വളരെയധികം ഫേമസായി. അവരെക്കുറിച്ചുള്ള ന്യൂസും പേപ്പറിൽ വരാൻ തുടങ്ങി. അതിലെഴുതിയിരുന്നു, ഒരു പുതിയ ആലോചനയോടൊപ്പം തന്നെ അവരുടെ ലക്ഷ്യത്തിലെത്തുകയും കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള മനസ്ഥിതിയും വന്നു. ഇവര് ആഹാരം മാത്രമല്ല സന്തോഷവും പകർന്നു കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. പുതിയ ആലോചന, പുതിയ സന്തോഷം. ഓട്ടോറിക്ഷ ഡാബ. ഒരു മനുഷ്യൻ ശ്രമിക്കുകയാണെങ്കിൽ പുതിയ ആലോചനയോടെ സ്വന്തം ഭാവിയെ തിരഞ്ഞെടുക്കാൻ അവന് തീർച്ചയായും സാധിക്കും. അവനവനുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും പാവങ്ങളെ കൂടി സഹായിക്കുകയാണെങ്കിൽ ധർമ്മം എന്നും അവന് കാത്തുരക്ഷിക്കും.